ഈ ഒരു മാങ്ങാക്കാലം കഴിയുന്നതിന് മുമ്പേ ഇതുകൂടെ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. അതെ, മാങ്ങ വെച്ചിട്ട് പുട്ടാണ് കേട്ടോ. ഈ പുട്ടിൻ്റെ പ്രത്യേകത എന്താ അറിയോ? കറിയൊന്നുമില്ലെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മാങ്ങ വെച്ചിട്ടുള്ള പുട്ട് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനെടുത്ത മാങ്ങ നിങ്ങൾ കണ്ടല്ലോ, അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ. 3 കപ്പ് അരിപ്പൊടിയിലേക്കാണ് ഞാനിവിടെ 2 വലിയ മാങ്ങ എടുത്തേക്കുന്നത്. അപ്പം ഇതിനേക്കാളും ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 3 മാങ്ങയൊക്കെ നിങ്ങൾ എടുക്കേണ്ടി വരും കേട്ടോ. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് പുട്ടുപൊടി എടുക്കാം. ഞാനിവിടെ ഒരു 3 കപ്പ് പുട്ടുപൊടി എടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ട് ആദ്യം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുക കേട്ടോ. ഇനി നമ്മൾ അരച്ചെടുത്ത ആ മാങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അത് മൊത്തം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ചില പുട്ടുപൊടിക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അതനുസരിച്ചിട്ട് നിങ്ങളങ്ങ് നോക്കിയാൽ മതി. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ കുറച്ച് നേരം അടച്ചു വെക്കണം കേട്ടോ. ഒരു 15 മിനിറ്റെങ്കിലും നമ്മളിതിങ്ങനെ അടച്ചു വെക്കണം. എന്നാലാണ് ഇതിലെ കറക്റ്റ് വെള്ളത്തിൻ്റെ പാകം നമുക്ക് മനസ്സിലാവുള്ളൂ. എന്നിട്ട് നമ്മളിത് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് പുട്ടൊന്ന് ആവി കയറ്റിയെടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ആവി കയറ്റിയെടുക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാലോ എങ്ങനെയാണ് പുട്ട് ആവി കയറ്റുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തേങ്ങ ഇട്ടതിന് ശേഷം കുറച്ച് മാങ്ങ കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പ്രത്യേകം പറയാണ്, നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ തന്നെ ഇതിലേക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് എടുക്കുന്ന മാങ്ങയും നല്ല മധുരമുള്ളത് തന്നെ ആയിരിക്കണം. എന്നിട്ട് ഇത് ലെയറാക്കി നമ്മൾ എടുക്കുക. ഞാനിവിടെ 2 ലെയറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 2 or 3 ലെയർ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് എന്തായാലും കുറച്ച് മാങ്ങയുടെ പീസും അതിനുശേഷം കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ടാണ് നമ്മളിത് ആവി കയറ്റിയെടുക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ പുട്ടുകുറ്റി ഇവിടെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പണിയുമില്ല, നമ്മൾ ആവി കയറ്റിയെടുക്കുന്ന പണിയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. മാങ്ങ വെച്ചിട്ടുള്ള ഈ ഒരു പുട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ചൂടോടുകൂടി നമ്മൾ കഴിക്കുവാണെങ്കിൽ പിന്നെ ഇതിലേക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. അത്രയും ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം ഇതിൽ മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവരത് ധാരാളമായിട്ട് കഴിക്കുകയും ചെയ്തോളും. അപ്പോഴേ ഇതുവരെ നിങ്ങൾ ഈ ഒരു മാങ്ങാപ്പുട്ട് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും ഇപ്പം മാങ്ങ ഒരുപാട് കിട്ടുന്ന സമയമല്ലേ, അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.